അതിൽ വെള്ളം കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അവിടോട്ട് പോകുന്നു, ഒഴിഞ്ഞ കലവുമായിട്ട് പോകുന്നു, വെള്ളം നിറയ്ക്കുന്നു, എന്നിട്ട് തിരിച്ചോടി വരുന്നു, എന്നിട്ട് പിന്നെയും പോകുന്നു, അവിടെ നിന്ന് വെള്ളം നിറയ്ക്കുന്നു. ഇവിടുത്തെ വാതുക്ക കൊണ്ട് നിറയ്ക്കുന്നില്ലേ, 6 കലം ഓർക്കുന്നില്ലേ, അവിടെ വാതുക്കൾ കൊണ്ട് നിറയ്ക്കുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നു. വെള്ളം കൊണ്ട് വരുമ്പോഴായിരിക്കും അപ്പുറത്തെ ആൻഡ്രൂസ് അച്ഛൻ അവിടെ നിൽക്കുന്നു. പറഞ്ഞു, മാത്യൂസേ, എന്തോ എടാ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കോരുന്നു വന്നില്ലടാ, 2 കലം വെള്ളം ഇങ്ങോട്ട് ഒഴിക്കടാ, ഞാൻ രൂപ തരാം, 100 രൂപ. യജമാനൻ്റെ സ്വത്ത് അവൻ വിറ്റില്ല. എഴുതിയെടുക്കാത്തവർ ചെവി തുറന്ന് കേൾക്കാം. നിൻ്റെ യജമാനൻ്റെ സ്വത്തൊന്നും വിൽക്കുന്നവനായി തീരരുത്. അവരുടെ പുരയിടമായിരിക്കാം, അവരുടെ ഡ്രം സെറ്റായിരിക്കാം, അവരുടെ മൈക്ക് സെറ്റായിരിക്കാം. ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ള യാതൊരു സ്വത്തും കൊടുക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. അവൻ തൻ്റെ യജമാനൻ്റെ സ്വത്ത് ആർക്കും വിൽക്കുന്നവനായിരിക്കരുത്. ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും അത് പുരുഷനെ, ഒരു സ്ത്രീയെ ഏൽപ്പിച്ചതായിരിക്കാം, ഒരു പുരുഷനെ ഏൽപ്പിച്ചതായിരിക്കാം, ഒരു കുഞ്ഞിനെ ഏൽപ്പിച്ചതായിരിക്കാം, കുറച്ച് പുരയിടം ഏൽപ്പിച്ചതായിരിക്കാം, കുറച്ച് തെങ്ങ് ഏൽപ്പിച്ചതായിരിക്കാം, കുറേ തേങ്ങ ഏൽപ്പിച്ചതായിരിക്കാം, കുറേ കടലാസ് ഏൽപ്പിച്ചതായിരിക്കാം. എൻ്റെ ഓഫീസിൽ ഞാൻ ഉണ്ടായിരിക്കുന്ന സമയത്ത് 46 പേരായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞാൻ കയറുന്നിടത്ത് ഒരു ഓഫറിംഗ് ബോക്സ് വെച്ചിട്ടുണ്ട്, തടി കൊണ്ടുള്ള ഒരു ഓഫറിംഗ് ബോക്സ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു എഴുത്തെഴുതണമെന്ന് തോന്നി, അമ്മയ്ക്കൊരു എഴുത്തെഴുതണം, സമയമുണ്ട്, നിങ്ങൾ എഴുതുകട്ടെ. എവിടുന്ന കടലാസ് എടുക്കുന്നത്? ഓഫീസിൽ നിന്ന്. നിങ്ങൾ ഓഫീസിൽ നിന്ന് കടലാസ് എടുത്താൽ ആ കടലാസിൻ്റെ വില 1 രൂപ കൊണ്ടുവന്ന് ഓഫറിംഗ് ബോക്സിനകത്ത് ഇടണം. നിങ്ങൾ 46 പേരും കൂടെ ഒരു മാസത്തിൽ കടലാസ് എടുത്താൽ എത്ര കടലാസ് പോകും? കൂടിപ്പോയാൽ 200 കടലാസ്. എനിക്ക് എത്ര രൂപ നഷ്ടം ഉണ്ടാവും? എൻ്റെ നഷ്ടമല്ല, നിൻ്റെ മനസ്സാക്ഷിയുടെ സന്തോഷം. ദൈവത്തിൻ്റെ ഒന്നും അറിയാതെ പോലും നിൻ്റെ പോക്കറ്റിൽ പോകരുത്. എൻ്റെ പണം ദൈവത്തിൻ്റെ പോക്കറ്റിൽ പോയാലും ദൈവത്തിൻ്റെ പണം എൻ്റെ പോക്കറ്റിൽ പോകരുത്. ഇവിടുന്ന് കിട്ടിയതാണ്. പാടില്ല വർഗീസ, ബി കെയർഫുൾ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ അടുക്കലും പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങളുടെ പക്കൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയെ ആയിരിക്കാം, ഒരു പുരുഷനെ ആയിരിക്കാം, ഒരു കുഞ്ഞിനെ ആയിരിക്കാം, കുറച്ച് തേങ്ങ ആയിരിക്കാം, കുറേ കടലാസ് ആയിരിക്കാം, കുറേ സേഫ്റ്റി പിന്നായിരിക്കാം. കൊച്ചു കാര്യം പറയുകയാണ് കേട്ടോ. ദൈവത്തിൻ്റെ വക നിൻ്റെ പോക്കറ്റിൽ പോകരുത്. അവൻ വർദ്ധിപ്പിക്കുന്നവനായിരിക്കും. അവൻ വെള്ളം വിൽക്കുന്നവനല്ല, അവൻ കുറയ്ക്കുന്നതല്ല, സ്വന്തം ലാഭമല്ല, യജമാനൻ്റെ ലാഭം.